ചിലർ പറയുന്നത് കേൾക്കാം, എൻ്റെ ചുറ്റിലും ശത്രുക്കൾ മാത്രമേ ഉള്ളൂ, മിത്രങ്ങൾ ആരുമില്ല, എവിടെ തിരിഞ്ഞാലും ഇത്തരക്കാർ വന്നെന്നെ വീർപ്പ് മുട്ടിക്കുന്നു എന്നൊക്കെ. നമ്മളൊരു കൂടിനുള്ളിലേക്ക് കയറുന്നു എന്ന് സങ്കല്പിക്കണം. അതായത് കണ്ണാടി കൊണ്ട് നിർമ്മിച്ച ഒരു കൂട്. നമ്മൾ അതിലേക്ക് കയറുമ്പോൾ എന്താ സംഭവിക്കുക? ഈ കണ്ണാടികളിലെല്ലാം നമ്മുടെ രൂപം പ്രതിഫലിക്കും. പല രൂപത്തിലായിരിക്കും നമ്മളത് കാണപ്പെടുക. പല പോസായിരിക്കും. നമ്മൾ ബാക്ക് തിരിഞ്ഞിരിക്കുന്നത്, സൈഡ് തിരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള രൂപമാണെന്ന്. എന്നാൽ ഇവിടേക്ക് നമ്മളൊരു നായയെ, ഒരു പട്ടിയെ കടത്തി വിട്ടു എന്ന് ഇരിക്കട്ടെ. ഈ പട്ടി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ അതാകെ അമ്പരന്നു, ഒരുപാട് പട്ടികൾ നിരന്നിരിക്കുന്നു. അപ്പോൾ തൻ്റെ ശത്രുക്കളാണ് ഈ പട്ടി എന്നാണ് ആദ്യം ഇത് ധരിക്കുന്നത്. അങ്ങനെ ഇത് കുരച്ചു നോക്കും. കുരയ്ക്കുമ്പോൾ കണ്ണാടിയിലുള്ള എല്ലാ പട്ടികളും കുരയ്ക്കും. അതോടുകൂടി ഇതിനങ്ങോട്ട് ഭ്രാന്ത് പിടിച്ച പോലെയാവും. ഇത് അവസാനം അവശനായി തീരും. ഇതാണല്ലോ സംഭവിക്കുക. നമ്മുടെ ഈ പരിസരങ്ങളെ, നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ലോകത്തെ എല്ലാം ഒരു കണ്ണാടിയായിട്ട് നമ്മൾ സങ്കല്പിക്കണം. അതായത് നമ്മൾ എന്തൊക്കെയോ പുറത്തേക്ക് കൊടുക്കുന്നു, അതിൻ്റെ പ്രതിഫലനം നമുക്ക് ലഭ്യമാകുന്നു. നമ്മൾ സന്തോഷം കൊടുക്കുന്നു, സന്തോഷം കിട്ടുന്നു. നമ്മൾ വെറുപ്പ് കൊടുക്കുന്നു, വെറുപ്പ് കിട്ടുന്നു. നമ്മൾ സാഹോദര്യം പങ്കിടുന്നു, നമുക്ക് സാഹോദര്യം തിരികെ കിട്ടുന്നു. എന്നിങ്ങനെ നമുക്കിതിൽ കാണാൻ പറ്റും. പക്ഷേ ചിലപ്പോൾ നമ്മൾ കൊടുത്തൊരളവിൽ കണ്ണാടിയെ പോലെ അതിന് തിരിച്ചു തരാൻ പറ്റിയില്ലെങ്കിലും, നമ്മൾ കൊടുത്തത് സ്നേഹവും സന്തോഷമൊക്കെ ആണെങ്കിൽ ബാക്കി ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് സ്നേഹവും സന്തോഷവും കിട്ടും. എന്നാൽ നമ്മൾ വെറുപ്പാണ് ചുറ്റുപാടുകൾ പ്രസരിപ്പിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ നമുക്ക് എവിടെ തിരിഞ്ഞാലും ശത്രുക്കളായിരിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നു നമ്മൾ അറിയുന്നില്ല, നമ്മൾ നന്മയുള്ള ആളാണ്, പക്ഷേ എല്ലാവരും എന്നെ ശത്രുവാക്കുന്നു. പക്ഷെ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കണം, നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷമാകുന്നുവോ, അതോ നമ്മളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു അതൃപ്തി ഉണ്ടോ? നമ്മൾ സ്വയം ചിന്തിക്കണം. എവിടെയൊക്കെ നമുക്ക് പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഒരാളോ രണ്ടാളോ എന്നെ വെറുക്കുന്നെങ്കിൽ യാതൊരു കുഴപ്പമില്ല, അത് അവരുടെ പ്രശ്നമാണ്. പക്ഷെ കാണുന്നവരെല്ലാം കുറച്ച് കാലം കഴിയുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ എനിക്കെവിടെയോ എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നേ. അല്ലാതെ അങ്ങനെ സംഭവിക്കാറില്ല. അപ്പോൾ നാം നമ്മെ ഒന്ന് തിരുത്താൻ തയ്യാറാകണം. നമ്മുടെ ഉള്ളിലെ യുദ്ധം അടങ്ങിയാൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് സമാധാനം വരൂ. അതായത് നമ്മുടെ ഉള്ളിലെ യുദ്ധം മതിയാക്കുമ്പോൾ ചുറ്റുപാടുകൾ ശാന്തമാകുന്നു. പരാതികൾ പറയുമ്പോൾ നമ്മുടെ പക്ഷത്ത്, നമ്മുടെ മനസ്സിന് ഒരു പ്രശ്നവുമില്ല, ഒരു സംഘർഷവുമില്ല എന്ന് ഉറപ്പ് വരുത്തണം. നമ്മൾ സംഘർഷഭരിതമാണെങ്കിൽ നമ്മുടെ മുന്നിലെ കണ്ണാടിയിൽ അത് പ്രതിഫലിക്കും. അത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ദർശനം തന്നെയാണത്. നിങ്ങൾ ശാന്തമായിട്ടാണ് കാണപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും ശത്രുക്കളാണ് നിരക്കില്ല. ശത്രുതയ്ക്ക് വേണ്ടി വരുന്നവരും വഴിമാറിപ്പോകും. ഇത് ഉറപ്പായ കാര്യമാണ്.